പേഷ്യന്റ് നിങ്ങളുടെ ആരാണ്? സിസ്റ്റർ. എന്താ അസുഖം? ഞങ്ങളൊരു ദൂരയാത്ര കഴിഞ്ഞ് വരികയാണ്. യാത്രാക്ഷീണം കൊണ്ടാണോന്ന് അറിയില്ല, 1-2 വട്ടം ഛർദ്ദിച്ചു, പിന്നെ മയങ്ങി. നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യൂ. ഡോക്ടർ, ലക്ഷ്മിക്ക് എങ്ങനെയുണ്ട്? കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങളൊരു അമ്മാവനാവാൻ പോന്നു. എങ്ങനെ? യെസ്, ഷീ ഈസ് പ്രഗ്നന്റ്. ഡോക്ടർ, ലക്ഷ്മി... ഈ കുട്ടിയുടെ ഭർത്താവ് എവിടെ? ലക്ഷ്മി, ഡോക്ടർ പറഞ്ഞത് സത്യമാണോ? എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? രവിവർമ്മ അവനാണോ? നിന്നോടാ ചോദിച്ചത്. വിഷ്ണു. വിഷ്ണു? ഏത് വിഷ്ണു? ശിവേട്ടന് അറിയില്ല. ആരാണവൻ? എന്നോടൊന്നും ചോദിക്കരുത്. ലക്ഷ്മി, ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. രവിവർമ്മ വന്നിരുന്നു? തമ്പുരാൻ? ഇല്ല. എന്താ ഡോക്ടർ? രവിവർമ്മയുടെ വണ്ടി പുറത്ത് കിടക്കുന്നു. രാത്രി ആരെങ്കിലും വന്നിരുന്നു? ഉവ്, ഒരു പെൺകുട്ടിയും മറ്റൊരാളും വന്നിരുന്നു. പെൺകുട്ടിയോ? ഒരു ലക്ഷ്മി. ലക്ഷ്മിയോ? അതെ. എവിടെയുണ്ട്? മോളിലുണ്ട്. വരൂ. ലക്ഷ്മി, കുട്ടിയുടെ ബ്രദർ എവിടെ? പുറത്തേക്ക് ഇറങ്ങി, ഇപ്പൊ വരും. ആ പുറത്ത് കിടക്കുന്ന വെളുത്ത മരുതിവൻ നിങ്ങൾ വന്ന വണ്ടിയാണോ? അതെ. ഐ എം ഡോക്ടർ വിജയൻ. കുട്ടിയുടെ ബ്രദറാണ്. ഹലോ. ഞാൻ കുട്ടിയോട് ചോദിക്കായിരുന്നു, ആ വെള്ള മരുതി നിങ്ങളുടെയാണോ എന്ന്. അതെ. എന്താ ഡോക്ടർ? നല്ല അപ്പോഴ്സറി. എവിടെയാ ചെയ്ത്? അത് കോയമ്പത്തൂർ. അതാ ഇത്ര ബ്യൂട്ടിഫുൾ ആയത്. എന്നാൽ ഞാൻ പിന്നെ വരാം. കുട്ടി റെസ്റ്റ് എടുത്തോളൂ. കുറച്ച് തുണികളൊക്കെ വാങ്ങിച്ചു, ഒന്ന് കുളിച്ചോളൂ. ലക്ഷ്മി, എന്തു പറ്റി? ഡോക്ടർ വിജയൻ. ഞാൻ ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ട്. കേട്ട് കാണും, ചിലപ്പോ വലിയ ഡോക്ടർ ആയിരിക്കും. ഹലോ, രവിവർമ്മയല്ലേ? കിളി പറന്നുപോയോ? കിളി പറന്നുപോയോ? പറയൂ. ഡോക്ടർ വിജയനാണോ? അതേടോ. ലക്ഷ്മി ചാടിപ്പോയോ? തനിക്കെങ്ങനെ അറിയാം? ഇവിടെ ഒന്ന് ചേക്കേറിയിട്ടുണ്ട്. എവിടെ? ഈ ആശുപത്രിയില്. ഓ മൈ ഗോഡ്, പുറത്തു വിടരുത്, ഞാനിതാ വരുന്നു. ശിവേട്ടാ, ആളെ എനിക്കിപ്പോ ഓർമ്മ വന്നു. രവിയേട്ടന്റെ ഫ്രണ്ടാണ് അയാൾ. ആര്? ഡോക്ടർ വിജയൻ. ഇയാളുടെ നഴ്സുമാർ എനിക്ക് ഇഞ്ചക്ഷൻ തന്നോണ്ടിരുന്നത്. ഹോസ്പിറ്റലിന്റെ പേര് ഞാൻ ഓർമ്മിക്കുന്നു, BR ഹോസ്പിറ്റൽ. അതെ, രവിവർമ്മയുടെ കൂടെയുള്ള ആ പെണ്ണും ഒരു ഡോക്ടർ വിജയനെ പറ്റി പറഞ്ഞു. പേഷ്യന്റ് എവിടെ സിസ്റ്റർ? അകത്തുണ്ടല്ലോ ഡോക്ടർ. യൂസ്ലെസ്. എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഒരു ചേട്ടൻ, കല്യാണപ്രായമായ സഹോദരി, രോഗിയായ അമ്മ. ഈ ഡീറ്റെയിൽസ് മാത്രം വെച്ച് ഒരുത്തനെ എവിടെ എങ്ങനെ തേടി പിടിക്കാനാണ് കുട്ടി? നാടേതാണ്, വീടേതാണ്, മേൽവിലാസം എന്താണ്, ഒന്നും അറിഞ്ഞുകൂടാ. അല്ല, ഇനി തേടി പിടിച്ചാൽ തന്നെ കുറച്ച് രൂപയ്ക്ക് വേണ്ടി ലക്ഷ്മി മോളെ പോലുള്ള ഒരാളുടെ സ്നേഹം ഇത്രയും ക്രൂരമായി നിഷേധിച്ച ഒരുത്തനെ കിട്ടിയിട്ട് എന്ത് കാര്യം? അത് വേണ്ട.
ഇത്രയൊക്കെ ആയിട്ടും ഇപ്പോഴും അവൻ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് വിഷ്ണുവിനെ വെറുക്കാൻ കഴിയുന്നില്ല. സാധ്യത തീരെയില്ലെങ്കിലും അവനെ തപ്പി പിടിച്ചു തന്നെ ഇരിക്കട്ടെ. അതുവരെ നമ്മൾ എങ്ങോട്ട് പോകും? ശിവേട്ടന്റെ വീട്ടിലേക്ക് വരട്ടെ? അത് വേണ്ട മോളെ, ഞാൻ പരോളിൽ ഇറങ്ങി ഒളിവിലാണ്. വീട് സേഫ് അല്ല. ജാനുമ്മയുടെ വീട് അതെവിടെയാണ് മോക്കറിയോ? അറിയാം, എനിക്കറിയാം. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെന്താ ഒന്നും മിണ്ടാത്തത്? സാർ അത്യാവശ്യം എന്ന് പറഞ്ഞ ആളയച്ചപ്പോ വീണ്ടും ഇത് തന്നെയാണ് കേസെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ നീ വരുമായിരുന്നില്ല, ഇല്ലേ? എനിക്കത് പറയാൻ യോഗ്യതയില്ല. എന്നാലും ഒരു പെൺകുട്ടിയോട് കാണിക്കുന്ന ക്രൂരതയ്ക്ക് ഒരു ലിമിറ്റില്ല സാർ. ഇതൊരു മാതിരി ചെപ്പും പന്നും കളിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വട്ട് കെട്ടുക എന്ന് പറഞ്ഞാൽ. ഓഹോ, നിനക്ക് എന്താണ് അവളുടെ സെന്റിമെന്റ്സ് വന്നു തുടങ്ങിയത്? ഏതായാലും താൻ ഇതുവരെ എന്നോട് സഹകരിച്ചു. ഒരു തവണ കൂടി എന്നെ സഹായിക്കണം. എങ്ങനെ? എങ്ങനെയും. ആരാണ് ഈ പുതിയ വില്ലൻ? എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് അത്. ആളാരെന്ന് അറിയില്ല. ആരാണെങ്കിലും അവൻ റിസീവ്ഡ് ആളായിരിക്കും. കാണിച്ച വക്രതകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞ് രസിക്കുന്നതാണല്ലോ സാറിന്റെയും റിസീവറുടെയൊക്കെ ഒരു രീതി. പെണ്ണിനെ കൈ കിട്ടിയപ്പോ ഒരു വിജയെ പോലെ സാറ് വിളിച്ചു പറഞ്ഞു, എന്റെ കൈ കിട്ടിയിട്ടുണ്ട്, വിഷ്ണു എന്റെ ആളാണെന്നൊക്കെ. അതുപോലെ തിരിച്ചു ഒന്ന് പ്രതീക്ഷിച്ചൂടെ? ആ, ഞാൻ പ്രതീക്ഷിക്കുന്നു. തൽക്കാലം അവനാണല്ലോ ജയിച്ചത്. വേറൊരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട് സാർ. അയാൾ ജയിച്ചില്ലെങ്കിലോ? അതെങ്ങനെ? പെണ്ണ് അവിടെ എത്തിയില്ലെങ്കിൽ? ഞാനൊരു സാധ്യതയാ പറഞ്ഞത്. ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു അസറ്റാണ് ലക്ഷ്മി. സാറിന്റെ കയ്യിൽ നിന്ന് അവളെ തട്ടിയെടുത്തവൻ ഒട്ടും കുറഞ്ഞ പുള്ളിയായിരിക്കില്ല. ഒരു നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ഇനി അവളെ കൊട്ടാരത്തിൽ കൊണ്ട് കൊടുക്കുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? ഉറപ്പൊന്നുമില്ല. കഥയുടെ ഒരു പോക്ക് കണ്ടിട്ട് അതിനാ പോസിബിലിറ്റി. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ സാർ നിഷേധിക്കരുത്. കാര്യങ്ങൾ ഇത്രത്തോളം കുഴഞ്ഞുപോയ സ്ഥിതിക്ക് ഇനി അഥവാ ലക്ഷ്മി കൊട്ടാരത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ആരാണെന്ന് കൊട്ടാരത്തിലുള്ളവരെല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് വീണ്ടും ഒരു തട്ടിയെടുപ്പ് പഴയ പോലെ എളുപ്പമല്ല. തന്നെയുമല്ല, കൈയും വീശി കാത്തിരിക്കാൻ റിസീവർ അത്ര മണ്ടനൊന്നുമല്ല. ഓഹോ, പോയത് പോട്ടെന്ന് വെക്കാൻ ഈസി അല്ല. സാറിന് വേണ്ടത് പെണ്ണാണ്. റിസീവർക്ക് വേണ്ടത് അയാൾ അമക്കിയ 10-25 ലക്ഷം രൂപ എന്നുള്ള രക്ഷപ്പെടലാണ്. കൂടെ എക്സ്ട്രാ അല്പം നക്കാപ്പിച്ചേ. പെണ്ണിനെ സാറെടുത്തോ, തെറ്റില്ലാത്തൊരു തുക അയക്കും കൂടെ. ഒരു കോംപ്രമൈസ്. വേറെ വഴിയില്ല സാർ. 1-2 ദിവസത്തിനകം എനിക്ക് ജയിലിലേക്ക് തിരിച്ചു പോകണം. ലക്ഷ്മിയെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ ഈ സാഹസത്തിനൊക്കെ മുതിർന്നത്. പക്ഷെ എവിടെ എത്തിയില്ലല്ലോ. ഞാനിവിടുന്ന് പോയാൽ കുട്ടിയെ കൊണ്ട് ജാനുവും എന്ത് ചെയ്യും? കുട്ടി മേജറാവാൻ ഇനി അധികം നാളില്ലല്ലോ. ഏറിയ 2 മാസം. അതുവരെ ആരും അറിയാതെ ഇവിടെ കഴിയാം. മേജറായ പിന്നെ ഒരുത്തിനും പേടിക്കണ്ടല്ലോ. അത് ശരി ജാനുവമ്മേ, 2 മാസം അവളെ ഒളിപ്പിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷെ ഒരിക്കലും ഒളിപ്പിക്കാൻ കഴിയാത്ത ഒന്ന് വളർന്നു വരുന്നുണ്ടല്ലോ. അയ്യോ, പതുക്കെ, മോള് കേക്കണ്ട. വന്നേ. എന്താ മോനെ? ഞാനും ജാനുമ്മയും മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ. നമുക്ക് അവളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാ. അറിയാതെ പറ്റിപ്പോയൊരബദ്ധം. അതിനുവേണ്ടി ഒരു ജന്മം തുലക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് അതങ്ങ് ഇല്ലാതാക്കിയാലോ? അയ്യോ മോനെ. അത് ജാനുമ്മ എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. കുഞ്ഞെ, ഒരു 1.5 മാസം കൂടി എന്നെ ഇവിടെ താമസിപ്പിച്ചൂടെ? അത് കഴിഞ്ഞ് കൊട്ടാരത്തിൽ ചെന്നാലും നാട്ടുകാരറിയില്ലേ മോളെ? എല്ലാരും അറിഞ്ഞോട്ടെ. കുഞ്ഞെ, കുഞ്ഞിനൊരു വിവാഹ ജീവിതം വേണ്ടേ? എനിക്കെന്റെ വിവാഹ ജീവിതം വേണ്ട. എനിക്കെന്റെ കുഞ്ഞു മതി. മോളെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞങ്ങൾ ഈ പറയുന്നത്. എനിക്കൊന്നും കേൾക്കണ്ട. ഇനി ഇത് എന്നോട് പറഞ്ഞ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവും. ഒരുപാട് നാടകങ്ങൾ കളിച്ച ശേഷമാണ് കൊട്ടാരത്തിൽ നിന്ന് ഞാൻ ലക്ഷ്മി അടിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പൊ വേറൊരു നാടകക്കാരനെ റിസീവ് സാർ അയച്ചിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ രണ്ടാളും കൂടി തമ്മിലടിച്ച് ആ കുട്ടിയുടെ ജീവിതം നശിക്കുന്നതിനേക്കാൾ നല്ലത് അവൾ ആ നാടകക്കാരൻ്റെ കൂടെ എവിടെയെങ്കിലും പുറത്തോട്ട് സാറുമാരെ.
സന്മാർഗം ഉപദേശിക്കാനല്ല നിന്നെ വിളിച്ചു വരുത്തിയത്. കള്ളു കുടിച്ചോ വയറ്റി കിടക്കണം. നീ പറഞ്ഞിട്ടില്ലടാ ഞങ്ങൾ കോംപ്രമൈസ് ആയത്. മറ്റവൻ ഇങ്ങനെ പിന്നീന്ന് കുത്തുവന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. എന്റെ പൊന്ന് തമ്പുരാനെ, ഒരു കാലത്ത് അവൻ വിശ്വസ്തനായിരുന്നു. അതേ വിശ്വസ്തത അവൻ ആ പെണ്ണിനോട് ഉണ്ടായിപ്പോയി. അവിടെയാണ് നമുക്ക് അക്കടി പറ്റിയത്. തമ്പുരാനെയും വേണ്ട എന്നെയും വേണ്ടെന്ന് അവൾ അവനോട് കരഞ്ഞു പറഞ്ഞു കാണും അല്ലേ? അവളുടെ സമ്മതത്തോടെയാണെങ്കിൽ കൊട്ടാരത്തിന് പുറത്ത് അവൾക്ക് പരിചയക്കാരായി മറ്റാരെങ്കിലും ഉണ്ടോ? പരിചയക്കാരെന്ന് പറയുമ്പോ ഉണ്ടല്ലോ. ആരാണത്? അവള് സ്നേഹിക്കുകയും അവളെ സ്നേഹിക്കുകയും ചെയ്ത ഒരാളുണ്ട്, ജാനുമ്മ. വിഷ്ണു, എനിക്കൊന്നേ പറയാനുള്ളൂ. അവൾ എവിടെയായിരുന്നാലും കൊള്ളാം. ബാക്കി പറയണ്ട സാർ. മനസ്സിലായി. ആ നിധി കൈക്കലാക്കി നിങ്ങൾക്ക് പങ്കുവെക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. Why are you so sentimental? സെന്റിമെന്റലോ? ഞാനോ? ഞാൻ ഓക്കെയാണ്. താനിവിടെ ഇരുന്നോ, ഞാൻ നോക്കിട്ട് വരാം. ദാ വിഷ്ണു, വിഷ്ണു. ഇവനാണോ വിഷ്ണു? ലക്ഷ്മി, ചോദിച്ചത് കേട്ടില്ലേ?
തന്നെയാണോ ലക്ഷ്മിയെ രവിവർമ്മയുടെ ആളായിട്ട് കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുപോയത്? മാറ്. ഇവനിനി ജീവിക്കണ്ട. പണത്തിന് വേണ്ടി പെൺകുട്ടികളെ കച്ചവടം ചെയ്യുന്ന ഈ ബാസ്റ്റാർഡിന് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ശിവ, ഞാൻ തണ്ടിയാലും എന്റെ അമ്മയും പെങ്ങളും സഹോദരനും മാന്യമായി ജീവിക്കുമല്ലോ എന്ന് ഞാൻ ആശിച്ചു. ചെയ്യാത്ത മോഷണത്തിന് ശിക്ഷ വാങ്ങി ജയിലിൽ പോയത് തുച്ഛമായ പ്രതിഫലത്തിന് വേണ്ടിയാണ്, കുടുംബത്തിന് വേണ്ടിയാണ്. ഞാനില്ലെങ്കിലും എല്ലാം ഇവൻ നോക്കിക്കോളും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്റെ അനുജനാണിവൻ, സ്വന്തം അനുജൻ. ഇതായിരുന്നു നിന്റെ ജോലിയെന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ പാവം കുട്ടിയെ കൊലക്ക് കൊടുക്കാൻ നീ വീണ്ടും വന്നതാണല്ലേ? അല്ല, അല്ലെന്ന് പറഞ്ഞ ചേട്ടനെന്നല്ല ആരും വിശ്വസിക്കില്ല. തെറ്റൊന്നും ചെയ്യാത്ത മഹാനാണ് ഞാനെന്ന് പറയുന്നില്ല. കള്ളന് മാത്രമല്ല ലേബൽ, അത് അനുജനുമുണ്ട്. കള്ളന്റെ അനുജൻ. ആ ലേബലും പേറി വിദ്യാഭ്യാസം ഇല്ലാതെ, കൈ പണമില്ലാതെ, ജോലിയില്ലാതെ, സമൂഹത്തിൽ സ്ഥാനമില്ലാതെ ഞാൻ തെണ്ടി നടന്നു. ജപ്തി ചെയ്ത് വീട് തിരിച്ചെടുത്താൽ പ്രശ്നങ്ങളെല്ലാം തീർന്നെന്ന് ചേട്ടൻ കരുതിയോ? പിടിച്ചു നിൽക്കാൻ എന്റെ മുമ്പിലും തെളിഞ്ഞു വന്നത് വളഞ്ഞ വഴികളായിരുന്നു. അവസരങ്ങൾ തട്ടിക്കളയാൻ എനിക്ക് കഴിഞ്ഞില്ല. പ്രാരാബ്ധം. ഇപ്പോ വന്നത് തെറ്റുകൾ ആവർത്തിക്കാനല്ല, കഴിയുമെങ്കിൽ തിരുത്താനാണ്. എന്റെ അന്നത്തെ സാഹചര്യം അതായിരുന്നു. നീ എന്നിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോഴാണ് നിന്നെ ഞാൻ വളരെയേറെ സ്നേഹിച്ചിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. ഇപ്പൊ വന്നത് നിന്നെ അവരുടെ കയ്യിൽ കൊണ്ടുകൊടുക്കാനല്ല, അവരിൽ നിന്ന് രക്ഷിക്കാനാണ്. ചേട്ടാ, ഞാൻ പറയുന്നത് വിശ്വസിക്കണം. എവിടെ അവര്? ആ പെണ്ണെവിടെ? അവൻ നമ്മളെ ചതിച്ചു സാർ. ആര്? വിഷ്ണു. വിഷ്ണു? എങ്ങനെ? നടന്നെല്ലാം നടന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കുക, മറക്കുക. എന്റെ കുഞ്ഞിനെ അങ്ങനെ ദൈവം ശിക്ഷിക്കില്ലെന്ന് എനിക്കറിയാം. ഇനി ഇവിടെ അധിക സമയം ഇരിക്കുന്നത് അപകടമാണ്. നിന്നെ കാണാതാവുമ്പോൾ അവർ അന്വേഷിച്ച് വരാതിരിക്കില്ല. ഞാൻ ഒറ്റയ്ക്കല്ല വന്നത്. ആ കാർ അവിടെ ഇവിടെയാ കിടന്നിരുന്നത്. നമ്മുടെ സംസാരം ചിലപ്പോൾ അവൻ ഒളിഞ്ഞിരുന്ന് കേട്ടിരിക്കും. ദൈവം കുഞ്ഞിനെ രക്ഷിക്കും.
ശിവേട്ടൻ എവിടെ? വിഷ്ണു 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 തോക്ക് താഴെയിട്. ഗൺ ഡൗൺ. വിഷ്ണു ലക്ഷ്മി വണ്ടി കയറ്. വേണ്ട, കേറാൻ. വേണ്ട ഇവൻ എന്നെ കൊല്ലുന്നു, കൊല്ലട്ടെ. അവളെ രക്ഷപ്പെടുത്തടാ. ശിവേട്ട. വിഷ്ണു കൊണ്ടുപോയിക്കോ. അവളെ മാത്രമല്ല ഈ ഡെഡ് ബോഡി കൂടി കൊണ്ടുപോയിക്കോ. വേണ്ട വേണ്ട വിഷ്ണു. വിഷ്ണു വിഷ്ണു? ഏത് വിഷ്ണു? ഞാൻ ആരടി നിന്റെ കാമുകനോ ഭർത്താവോ? എന്നാലും എന്റെ രവി സാറേ, ഞാൻ ഇത്രയ്ക്ക് നന്ദിയില്ലാത്തൊരു മൃഗമാണെന്ന് സാറും വിചാരിച്ചോ? നെറുകേടെന്നൊരു വാക്ക് എന്റെ ഡിക്ഷണറി ഇല്ല എന്റെ സാറേ. എടാ അലരാതറോ, കള്ളന്റെ അനിയെന്നുള്ള ലേബൽ മാറ്റി തന്നത് സാറാണ്. ജീവിക്കാനുള്ള പണം തന്നതും ഈ സാറാണ്. ജാനുമ്മയുടെ വീട്ടിൽ വെച്ച് പിടിക്കപ്പെട്ടപ്പോ ഞാൻ കരഞ്ഞു കുമ്പസാരിച്ചത് സത്യമാണെന്ന് വിചാരിച്ചോളൂ താൻ? നീ എങ്ങനെ വിചാരിച്ചോടി? എനിക്ക് പണമാണ് മുഖ്യം. വാടി. എടാ തെണ്ടി, വിഷ്ണു അരുത്. ശിവേട്ട. നോ വിഷ്ണു. വിഷ്ണു ചേട്ടാ, രക്ഷപ്പെടാൻ വേറൊരു വഴിയില്ല ചേട്ടാ. എനിക്ക് മനസ്സിലായി. വിഷ്ണു മിസ്റ്റർ ശിവൻ, ആ എന്താ ഡോക്ടർ? ഇന്ന് എന്തായാലും നിന്റെ കെട്ടഴിക്കും. അങ്ങനെ പറയരുത് ഡോക്ടർ. അല്ല, ഈ കെട്ടും കെട്ടി എത്ര നാൾ ഇങ്ങനെ കിടക്കാനാ ഉദ്ദേശം? ആവുന്നത്ര കാലം. നോ, ഇനി എനിക്കിത് ക്ഷമിക്കാൻ പറ്റില്ല. ഇത് ഇന്ന് ചെയ്യാൻ പറ്റും. വരട്ടെ 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 വരട്ടെ. എന്താ പ്രശ്നം? എനിക്കിപ്പോഴും വേദനയുണ്ട് ഡോക്ടർ. എന്റെ അസുഖം ഭേദമായെന്ന് ഡോക്ടറാണോ തീരുമാനിക്കുന്നത്? പിന്നെ പള്ളിയിലച്ചനാണോ തീരുമാനിക്കുന്നത്? പുറത്ത് നിൽക്കുന്ന ക്രൂരന്മാരായ ആ 2 പോലീസുകാരെ കണ്ടോ? ഡോക്ടർ എന്റെ കെട്ടഴിച്ചാൽ ഉടനെ അവരെന്നെ ജയിലിലേക്ക് റാഞ്ചി കൊണ്ടുപോകും. എനിക്ക് ജയിലിലെ ഫുഡ് തീരെ പിടിക്കുന്നില്ല ഡോക്ടർ. പുറത്തു നിന്ന് അരിയാഹാരം കഴിച്ച് കഴിച്ച് ജയിലിലെ ഗോതമ്പുണ്ടയുടെ കാര്യം ആലോചിക്കുമ്പോ എന്റെ നെഞ്ച് തകരുകയാണ് ഡോക്ടർ. നമസ്കാരം തമ്പുരാൻ. മാറിയിരിക്കും. വരണം തമ്പുരാനെ. അയ്യോ, ഇനിയും കെട്ടഴിച്ചില്ലേ? ഇത് എത്ര കാലായി? ഹ, എന്റെ കെട്ടഴിക്കാതെ ഈ നാട്ടുകാർക്ക് എന്താണെന്ന്? പ്ലീസ് എല്ലാരും കൂടി ഡോക്ടറോട് പറഞ്ഞ് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നു. ആ പാവൻ ഡോക്ടറുടെ പേഴ്സ് അങ്ങ് കൊടുത്തേക്ക്. ഏ